ജഗരവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ റോയുടെ മരണത്തിലെ ഏറ്റവും വലിയ ദുരൂഹത അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ ഒരു തോക്കായിരുന്നു. ആ തോക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സൗണ്ട് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്? അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും 15 മിനിറ്റിന് ശേഷമാണ് ആൾക്കാർ വാതിൽ ചവിട്ടി തുറന്ന് അകത്തോട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ. സൈലൻസറും കൊണ്ടാണോ കൂടെ നടന്നിരുന്നത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ IT ഓഫീസർമാരെ ചെക്കിങ് ചെയ്യാതെ കൈവശം കൊടുത്തയച്ചത്? അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സബ്സ്ക്രിപ്ഷൻ കുറവാണ്, അതുകൊണ്ടാണ്. റെയ്ഡ് നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് മുറിയിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെ ഉണ്ടായിട്ടും ആരും വീഡിയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ രഹസ്യം തേടിയ പോലീസിന് മുന്നിലെത്തിയത് ബെൽജിയത്തിൽ നിർമ്മിച്ച 6.35 mm ഓട്ടോമാറ്റിക് പോക്കറ്റ് പിസ്റ്റലിലാണ്. അത്യാധുനികമായ ഈ തോക്കിൻ്റെ പ്രത്യേകത അതിൻ്റെ സൗണ്ട് ഡാംപനിങ് ശേഷിയാണ്. അതായത് സാധാരണ തോക്കുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ശബ്ദം മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു കുഞ്ഞൻ പിസ്റ്റൽ. ഇതുപയോഗിച്ചതിനാലാണ് വെടിയേറ്റിട്ടും ഏകദേശം 12 മിനിറ്റോളം പുറത്തുള്ളവരെ വിവരമറിയാതിരുന്നത്. ഇത്രയും അപകടകാരിയായ ആയുധം റോയ് കൈവശം വെച്ചിരുന്നത് എന്തിനാണെന്നും എൻ്റെ ചുരുളുകൾ ഈ 2-3 ദിവസത്തിനകം അഴിയാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഇതുവരെയുള്ള ഒരു വിവരങ്ങൾ അനുസരിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഏത് നിമിഷവും ആത്മഹത്യക്ക് വക്കിലാണ് താനെന്നുള്ളൊരു ബോധം, ഉപബോധ മനസ്സിനെ ആള് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. സാധാരണ തോക്കുകളിൽ നിന്ന് വെടിയുതിർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനമോ ശബ്ദമോ ഒന്നും പുറത്തു വരാത്ത തരത്തിലാണ് ഈ പോക്കറ്റ് പിസ്റ്റൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബെൽജിയം നിർമ്മിത തോക്കുകളിൽ പ്രതീക്ഷിക്കപ്പെടുന്ന സൗണ്ട് ഡാംപനിങ് സാങ്കേതിക വിദ്യാ സംവിധാനം, അതായത് വെടിയുണ്ട കുതിച്ചു പായുമ്പോൾ ഉണ്ടാകുന്ന വാതകമർദ്ദത്തെ തോക്കിനുള്ളിൽ തന്നെ ക്രമീകരിക്കും ഈ ഒരു തോക്ക്. ഇതുമൂലം ഠോ എന്നുള്ള ആ വലിയ ശബ്ദത്തിന് പകരം വളരെ ചെറിയൊരു ക്ലിക്ക് എന്ന് പറഞ്ഞ ശബ്ദം മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇതുകൊണ്ടാണ് IT ഉദ്യോഗസ്ഥർ തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്നിട്ടും വിവരമറിയാതിരുന്നത്. മരണത്തിന് തൊട്ട് തലേ ദിവസം, അതായത് ജനുവരി 29 വ്യാഴാഴ്ച റോയുടെ ജീവിതത്തിൽ നിർണായക ദിവസമായിരുന്നു. അന്ന് വൈകുന്നേരം അദ്ദേഹം ജയാനഗറിലെ ഒരു പ്രമുഖ സൈക്കാട്രിക് സെന്ററിൽ ചികിത്സ തേടിയതായിട്ട് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കടുത്ത വിഷാദ രോഗവും അമിതമായ മാനസിക സമ്മർദ്ദവുമാണ് അദ്ദേഹത്തെ അലട്ടിയിരുന്നത്. തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന IT റെയ്ഡും കൊച്ചിയിലെ ഫ്ലാറ്റ് വിവാദങ്ങളുമാണ് റോയിയെ തകർത്തതെന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നിയമ പോരാട്ടത്തിൽ നിന്നും പാതി വഴിയിൽ പിന്മാറേണ്ടി വന്നതും തന്നെ തകർക്കാൻ ഉന്നത തലത്തിൽ ഗൂഢാലോചന നടക്കുന്നു എന്ന തോന്നലും അദ്ദേഹത്തെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. വിഷാദരോഗമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ MS ധോണിയുടെ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്ന ആ നടൻ, ആള് വിഷാദരോഗത്തിന് അടിമപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്തതാണ്. ഇപ്പം ഇവിടെ റോയി ഒരു സൈക്കാട്രിസ്റ്റിനെ സമീപിച്ചിരുന്നു. അപ്പോൾ വിദഗ്ധ ചികിത്സ തേടിയിട്ടും 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഈ ഒരു കടുങ്കയിലേക്ക് നീങ്ങിയത് എങ്ങനെയാണെന്ന് പ്രത്യേക ഈ അന്വേഷണ സംഘം അന്വേഷിച്ചു വരുന്നുണ്ട്. റോയുടെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത ഡയറി കുറിപ്പുകളിൽ നിന്ന് ചില പ്രമുഖരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുള്ള സൂചന പുറത്തു വരുന്നുണ്ട്. IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിനിടെ മുറിയിലേക്ക് മാറിയ റോയ് താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ എന്നത് അന്വേഷണത്തിൻ്റെ ഗതി മാറ്റും. ഹൈക്കോടതിയിലെ ഹർജി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തിയവരെ ആരാണ്? കൊച്ചിയിലെ ഫ്ലാറ്റ് ഇടപാടിൽ റോയിയെ ചതിച്ചത് ആരാണ്? തുടങ്ങിയ ചോദ്യങ്ങൾക്കൊപ്പം സൈക്കാട്രിസ്റ്റിൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നതോടെ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങുമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചതോടെയാണ് കേസ് ഇനി ദേശീയ തലത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്താൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലെന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.